എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ +2 ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി, റെഗുലർ വിഭാഗം, കമ്പാർട്ട്മെൻറ്റൽ വിഭാഗം എന്നിങ്ങനെ വിവിധ വിഭാഗങ്ങളിലായിട്ട് പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികളെ ജയിക്കാത്ത വിദ്യാർത്ഥികൾക്ക് സേ പരീക്ഷ എഴുതാനും റെഗുലർ വിഭാഗത്തിൽ ജയിച്ചിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷ എഴുതാനുമുള്ള അപേക്ഷകൾ ഇന്ന് മുതൽ, അതായത് മെയ് 23-ാം തീയതി മുതൽ മെയ് 27-ാം തീയതി വരെ അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. വിദ്യാർത്ഥികൾ +2 പരീക്ഷ, അതായത് 2025 മാർച്ചിലെ +2 പരീക്ഷ അല്ലെങ്കിൽ +1 +2 കമ്പാർട്ട്മെൻറ്റൽ വിഭാഗം പരീക്ഷകൾ രജിസ്ട്രേഷൻ ചെയ്ത വിദ്യാർത്ഥികൾക്കാണ് ഈ ഒരു പരീക്ഷയ്ക്ക് രജിസ്ട്രേഷൻ ചെയ്യാനായിട്ട് സാധിക്കുക. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് അപേക്ഷാ ഫീസ് വരുന്നത് ഒരു സബ്ജക്റ്റിന് 150 രൂപയാണ്. ആ സേ പരീക്ഷയ്ക്കുള്ള ഫീസ് എന്ന് പറയുന്നത് ഒരു സബ്ജക്റ്റിന് 150 രൂപയാണ് പെർ സബ്ജക്റ്റ് ഫീസ് വരിക. അതുപോലെ തന്നെ നിങ്ങൾ ഇതുവരെ പ്രാക്ടിക്കൽ പരീക്ഷ, ഏതെങ്കിലും സബ്ജക്റ്റിൻ്റെ പ്രാക്ടിക്കൽ പരീക്ഷ എഴുതിയിട്ടില്ല എങ്കിൽ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾ പ്രാക്ടിക്കൽ പരീക്ഷ കൂടി അറ്റൻഡ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്ക് 175 രൂപ പെർ സബ്ജക്റ്റാണ്. അതായത് ഈ ഒരു പൈസ എന്ന് പറയുമ്പോൾ ഏത് വിഷയത്തിൻ്റെതാണോ പ്രാക്ടിക്കൽ എഴുതാത്തത്, എത്ര വിഷയത്തിൻ്റെതാണോ പ്രാക്ടിക്കൽ എഴുതാത്തത് അതിനൊക്കെ 175 രൂപ പെർ സബ്ജക്റ്റ് ഫീസ് വരുന്നതായിരിക്കും. അതുപോലെ തന്നെ 40 രൂപ സർട്ടിഫിക്കറ്റ് ഫീസുമാണ് വരിക. അതുപോലെ തന്നെ ഒരു വിദ്യാർത്ഥിക്ക് 6 വിഷയം വരെ സേ പരീക്ഷ എഴുതാവുന്നതാണ്. അതായത് നിങ്ങൾക്ക് ജയിക്കാൻ സാധിക്കാതെ, അതായത് TE മാർക്ക് 36 48 കിട്ടാതെ ഏതൊരു സബ്ജക്റ്റ് വേണമെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു സേ പരീക്ഷ എഴുതാം. അതായത് മാക്സിമം 6 സബ്ജക്റ്റ് നിങ്ങൾക്ക് പരീക്ഷ എഴുതാവുന്നതാണ്. ഇനി ഇംപ്രൂവ്മെൻറ്റിൻ്റെ കാര്യമാണ്. അപ്പോൾ +2 ജയിക്കാത്ത ഏതൊരു വിദ്യാർത്ഥിയും സേ പരീക്ഷയാണ് എഴുതേണ്ടത്. അതുപോലെ തന്നെ ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷയുടെ കാര്യം പറയാം. ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷ എന്ന് പറയുമ്പോൾ റെഗുലർ വിഭാഗത്തിൽ, റെഗുലർ എന്ന് പറയുമ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് +2 പരീക്ഷ എഴുതി ജയിച്ചിട്ടുണ്ട്, എന്നാൽ മാർക്ക് കുറവാണ്. അങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്ക് +2വിൻ്റെ ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷ എഴുതാം. ഒരു സബ്ജക്റ്റ് മാത്രമാണ് ഇംപ്രൂവ്മെൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അതുപോലെ തന്നെ ഈ ഒരു ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികൾക്ക് 500 രൂപയാണ് ഫീസ് വരിക. അതായത് 500% 500 രൂപ പെർ സബ്ജക്റ്റാണ് ഫീസ് വരിക. ഇതോടൊപ്പം 40 രൂപ സർട്ടിഫിക്കറ്റ് ഫീസുമാണ് വരിക. അതുപോലെ തന്നെ ചില വിദ്യാർത്ഥികൾക്ക് ഡയറക്ടറേറ്റ് ഓഫ് ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ്റെ സ്പെഷ്യൽ ഓർഡർ, അതായത് DHSCയുടെ സ്പെഷ്യൽ ഓർഡർ ഉണ്ടെങ്കിൽ ഒന്നിലധികം സബ്ജക്റ്റ് ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷ എഴുതാനായിട്ട് സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ ഒരു വിദ്യാർത്ഥിക്ക് സേയോ അല്ലെങ്കിൽ ഇംപ്രൂവ്മെൻറ്റോ ഇതിൽ ഏതെങ്കിലും ഒന്ന് മാത്രമേ എഴുതാനായിട്ട് പറ്റത്തുള്ളൂ. സേ പരീക്ഷ 6 വിഷയം വേണമെങ്കിലും എഴുതാം. ഇംപ്രൂവ്മെൻറ്റ് നിങ്ങൾക്ക് ഒരു വിഷയം മാത്രമാണ് എഴുതാനായിട്ട് സാധിക്കുകയുള്ളൂ. അതുപോലെ തന്നെ നിങ്ങൾ സേ പരീക്ഷയാണ് എഴുതുന്നതെങ്കിൽ നിങ്ങളുടെ റിസൾട്ടിൽ നമ്പർ ഓഫ് ചാൻസ് എന്നുള്ളത് കൂടുന്നതായിരിക്കും. അതുപോലെ ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികളുടെ നമ്പർ ഓഫ് ചാൻസ് 1 തന്നെയായിട്ട് തുടരുന്നതായിരിക്കും. ഇതിന് കാരണം എന്ന് പറയുന്നത് ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികൾ സാധാരണഗതിയിൽ പരീക്ഷ മാർക്ക് കൂട്ടുന്നതിന് വേണ്ടിയിട്ടാണ് പരീക്ഷ എഴുതുന്നത്. സേ പരീക്ഷ എന്ന് പറയുമ്പോൾ വിദ്യാർത്ഥികൾ ജയിക്കാൻ വേണ്ടിയിട്ടാണ് പരീക്ഷ എഴുതുന്നത്. അതുകൊണ്ടാണ് നമ്പർ ഓഫ് ചാൻസ് ഇംപ്രൂവ്മെൻറ്റിൽ കൂടാത്തതും സേ പരീക്ഷ എന്ന വിദ്യാർത്ഥികളുടെ നമ്പർ ഓഫ് ചാൻസ് കൂടുന്നതും. ഇനി എങ്ങനെയാണ് ഈ ഒരു ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്യുക എന്ന് നോക്കാം. അപേക്ഷയോടൊപ്പം വിദ്യാർത്ഥികൾ നൽകേണ്ട കാര്യങ്ങൾ: ഒന്ന്, നിങ്ങളുടെ ഒരു ഫോട്ടോ ഇതിൽ ഒട്ടിക്കണം. അതുപോലെ തന്നെ അപേക്ഷാ ഫീസ്, നിങ്ങൾ എത്ര വിഷയം സേ അല്ലെങ്കിൽ ഇംപ്രൂവ്മെൻറ്റ് എഴുതുന്നുണ്ടോ അതിനനുസരിച്ചുള്ള ഫീസ്. അതുപോലെ 40 രൂപ സർട്ടിഫിക്കറ്റ് ഫീസ്. അതുപോലെ തന്നെ പ്രാക്ടിക്കൽ പരീക്ഷ എഴുതുന്നുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് അപേക്ഷയിൽ മെൻഷൻ ചെയ്യേണ്ടതാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ +2 റിസൾട്ടിൻ്റെ ഒരു പ്രിൻ്റ് ഔട്ട്, അതായത് ഇന്നലെ വന്നിട്ടുള്ള +2 റിസൾട്ടിൻ്റെ ഒരു പ്രിൻ്റ് ഔട്ട് വേണം. ഇത്രയുമാണ് വേണ്ടത്. അതായത് ആപ്ലിക്കേഷൻ ഫോം, നിങ്ങളുടെ ഒരു ഫോട്ടോ, ഫീസ്, +2വിൻ്റെ റിസൾട്ടിൻ്റെ പ്രിൻ്റ് ഔട്ട്, ഇത്രയുമാണ് വേണ്ടത്. ഈ ഒരു ഫോമിൻ്റെ ലിങ്ക് വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്ത് എടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു ഫോം സ്കൂളിൽ നിന്നും കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു ഫോം എങ്ങനെ ഫില്ല് ചെയ്യാം എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾക്ക് നെയിം ആൻഡ് ഇയർ ഓഫ് എക്സാമിനേഷൻ എന്നുള്ള ഭാഗത്ത് +2 സേ ഓർ ഇംപ്രൂവ്മെൻറ്റ് എക്സാമിനേഷൻ ജൂൺ 2025 എന്ന് എഴുതുക. അതുപോലെ തന്നെ സെൻറ്റർ നമ്പർ ആൻഡ് നെയിം എന്നുള്ള ഭാഗത്ത് നിങ്ങളുടെ എക്സാം സെൻറ്ററിൻ്റെ, അതായത് നിങ്ങൾ +2 പരീക്ഷ ചെയ്ത എക്സാം സെൻറ്ററിൻ്റെ നമ്പറും പേരും എഴുതുക. നമ്പർ എന്ന് പറയുമ്പോൾ സ്കൂളിൻ്റെ കോഡാണ്. അത് നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ നിങ്ങൾ സ്കൂളിൽ ചോദിച്ചാൽ മതിയാകും. അതുപോലെ തന്നെ സ്ട്രീം ഓഫ് സ്റ്റഡി എന്നുള്ള ഭാഗത്ത് ഹയർ സെക്കൻഡറി, ടെക്നിക്കൽ ഹയർ സെക്കൻഡറി, ആർട്ട് ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി എന്നിങ്ങനെയുണ്ട്. അതുപോലെ ഇക്വലൻസി ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഹയർ സെക്കൻഡറി ആണെങ്കിൽ ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ആണെങ്കിൽ വൊക്കേഷണൽ, ടെക്നിക്കൽ ആണെങ്കിൽ ടെക്നിക്കൽ, ആർട്ട് ഹയർ സെക്കൻഡറി ആണെങ്കിൽ അത്, ഇക്വലൻസി ആണെങ്കിൽ ഇക്വലൻസി. അപ്പോൾ നിങ്ങൾ ഏതാണ് അതനുസരിച്ച് ടിക്ക് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നിങ്ങളോട് പറയാനുള്ളത്, ഈ ഒരു ആപ്ലിക്കേഷൻ ഫോമും നിങ്ങളുടെ ഫോട്ടോ ഒട്ടിച്ച് ഈ ഒരു ആപ്ലിക്കേഷൻ ഫോമും അതുപോലെ തന്നെ നിങ്ങളുടെ +2 റിസൾട്ടിൻ്റെ ഒരു പ്രിൻ്റ് ഔട്ടും അതുപോലെ തന്നെ ഫീസും നിങ്ങൾ ഏത് സ്കൂളാണോ 2025 മാർച്ചിലെ പരീക്ഷയ്ക്ക് രജിസ്ട്രേഷൻ ചെയ്തിട്ടുണ്ടായിരുന്നത് ആ ഒരു സ്കൂളിലെ പ്രിൻസിപ്പാളിനാണ് നൽകേണ്ടത്. അക്കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ അടുത്തത് ഗ്രൂപ്പ് ഓഫ് സ്റ്റഡി എന്നുള്ള ഭാഗത്ത് സയൻസ്, ഹ്യൂമാനിറ്റീസ്, കൊമേഴ്സ്, അതർ എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ ഏത് ഗ്രൂപ്പാണ് എന്നുള്ളതനുസരിച്ച് അത് ടിക്ക് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ കാറ്റഗറി ചോദിക്കുന്നുണ്ട്. കാറ്റഗറി എന്ന് പറയുമ്പോൾ അതിൽ സ്കൂൾ ഗോയിങ് ഉണ്ട്, സ്കോൾ കേരള ഉണ്ട്, കമ്പാർട്ട്മെൻ്റൽ ഉണ്ട്, ലാറ്ററൽ എൻട്രി ഉണ്ട്, സ്പെഷ്യൽ കാറ്റഗറി, അതർ എന്നിവ ഉണ്ട്. ഇപ്പോൾ നിങ്ങളിപ്പോൾ +2വിൻ്റെ സേ പരീക്ഷ, അതായത് +2 പരീക്ഷ ആദ്യമായിട്ടാണ് എഴുതിയത്, അതിനുശേഷം +2 സേ പരീക്ഷ ആദ്യമായിട്ടാണ് എഴുതാൻ പോകുന്നതെങ്കിൽ സ്കൂൾ ഗോയിങ് എന്നുള്ളത് ടിക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ സ്കോൾ കേരളയോ ആണെങ്കിൽ അത് ടിക്ക് ചെയ്യുക. കമ്പാർട്ട്മെൻറ്റ് വിഭാഗമായിട്ടുള്ള വിദ്യാർത്ഥികളാണെങ്കിൽ കമ്പാർട്ട്മെൻറ്റൽ എന്ന് ടിക്ക് ചെയ്ത് കൊടുക്കുക. നിങ്ങൾ ഏതാണോ ഇതിൽ അത് കൃത്യമായിട്ട് ടിക്ക് ചെയ്ത് കൊടുക്കാം. ഇനി അടുത്തതായിട്ടുള്ളത്
ഇവിടെ സ്കീം എന്ന് കൊടുത്തിട്ടുണ്ട്. സ്കീം എന്നുള്ളത് ന്യൂ സ്കീമാണോ ഓൾഡ് സ്കീമാണോ എന്ന് നിങ്ങൾ കറക്റ്റായിട്ട് സെലക്ട് ചെയ്യുക. അപ്പോൾ അത് നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ നിങ്ങളുടെ ഹോൾ ടിക്കറ്റ് എടുത്ത് നോക്കുക. അതായത് +2 പബ്ലിക് എക്സാമിനേഷൻ്റെ ഹോൾ ടിക്കറ്റ് നോക്കുക. അതിൽ കൃത്യമായിട്ട് നിങ്ങളുടെ സ്കീം ന്യൂ ആണോ ഓൾഡ് ആണോ എന്ന് കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ടാവും. അപ്പോൾ അത് നോക്കിയിട്ട് നിങ്ങൾ ന്യൂ ആണോ ഓൾഡ് ആണോ എന്ന് ടിക്ക് ചെയ്യുക. ഈ ഒരു ന്യൂ അല്ലെങ്കിൽ ഓൾഡോ എന്നുള്ളത് എന്തുകൊണ്ടാണ് ചോദിക്കുന്നത് വെച്ചാൽ ഇതിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ മാറ്റമുണ്ടാവും. അതുകൊണ്ടാണ് ഈ ഒരു കാര്യം ചോദിക്കുന്നത്. അതുകൊണ്ട് തന്നെ പരീക്ഷയിൽ നിങ്ങൾക്ക് വ്യത്യസ്ത ക്വസ്റ്റ്യൻ ലഭിക്കാതിരിക്കാനായിട്ട് കൃത്യമായിട്ട് നിങ്ങൾ ന്യൂ സ്കീമാണോ അല്ലെങ്കിൽ ഓൾഡ് സ്കീമാണോ എന്ന് ടിക്ക് ചെയ്യുക. നിങ്ങൾ ഈ വർഷം +2 അല്ലെങ്കിൽ കഴിഞ്ഞ വർഷം +2 കഴിഞ്ഞവർ ആണെങ്കിൽ ന്യൂ സ്കീമായിരിക്കും. അപ്പോൾ കൃത്യമായിട്ട് ഏത് സ്കീമാണ് എന്നുള്ളതനുസരിച്ച് കൃത്യമായിട്ട് ടിക്ക് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ മുൻ വർഷങ്ങളിൽ മാത്തമാറ്റിക്സ് 80 മാർക്കിലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവരാണെങ്കിൽ ഓൾഡ് സ്കീമായിരിക്കും. അത് കൃത്യമായിട്ട് നിങ്ങൾ ടിക്ക് ചെയ്യുക. നിങ്ങളുടെ +2 പരീക്ഷയുടെ ഹോൾ ടിക്കറ്റിൽ ഇത് കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ടാവും. അടുത്തത് നെയിം ഓഫ് കാൻഡിഡേറ്റ് എന്നുള്ള ഭാഗത്ത് നിങ്ങളുടെ പേര് എഴുതുക. അതുപോലെ തന്നെ ഡേറ്റ് ഓഫ് ബർത്ത് എന്നുള്ള ഭാഗത്ത് നിങ്ങളുടെ ജനനത്തീയതി എഴുതുക. ജെൻഡർ എന്നുള്ള ഭാഗത്ത് മെയിൽ, ഫീമെയിൽ, ട്രാൻസ്ജെൻഡർ ഇതിലേതാണോ അത് ടിക്ക് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ റിലീജിയൻ ആൻഡ് കാസ്റ്റ് എന്നുള്ള ഭാഗത്ത് നിങ്ങളുടെ റിലീജിയനും കാസ്റ്റും കൃത്യമായിട്ട് എഴുതുക. കമ്മ്യൂണിറ്റി ചോദിക്കേണ്ടത് SC ആണോ ST ആണോ OEC ആണോ OBC ആണോ അതറാണോ ഏതാണെന്നനുസരിച്ച് അത് ടിക്ക് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ SSLC പാസ്, അതായത് ഡീറ്റെയിൽസ് ഓഫ് പാസിംഗ് SSLC ഓർ ദ ഇക്വലന്റ് എക്സാമിനേഷൻ എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ SSLC അല്ലെങ്കിൽ തുല്യതാ പരീക്ഷയുടെ ഏത് മാസമായിരുന്നു അതിന് പരീക്ഷ ചെയ്തത്, ഏത് ഇയറിലാണ് പരീക്ഷ ചെയ്തത്, അതുപോലെ തന്നെ അതായത് ഏത് മാസമാണ് പാസ്സായത്, ഏത് വർഷമാണ് നിങ്ങൾ പരീക്ഷ ജയിച്ചത്, അതുപോലെ ആ ഒരു സമയത്തുള്ള നിങ്ങൾ SSLCയുടെ രജിസ്റ്റർ നമ്പർ എത്രയാണെന്നുള്ളത് എഴുതുക. അതുപോലെ ഇവിടെ നിങ്ങളുടെ ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ ഒട്ടിക്കുക. അത് പ്രിൻസിപ്പാൾ അറ്റസ്റ്റ് ചെയ്യുന്നത് ആയിരിക്കും. ഇനി അടുത്തതായിട്ടുള്ളത് നിങ്ങളുടെ അഡ്മിഷൻ നമ്പർ, അതുപോലെ തന്നെ സ്കോൾ കേരള അല്ലെങ്കിൽ KSLMA രജിസ്ട്രേഷൻ നമ്പർ. ഇത് നിങ്ങൾക്ക് അറിയാമെങ്കിൽ നിങ്ങൾ ഫില്ല് ചെയ്യുക. അതല്ലെങ്കിൽ നിങ്ങളുടെ ഹാൾ ടിക്കറ്റിൽ കൃത്യമായിട്ട് അത് രേഖപ്പെടുത്തിയിട്ടുണ്ടാകും. അതുപോലെ തന്നെ അടുത്തതായിട്ട് ഡീറ്റെയിൽസ് ഓഫ് ലാസ്റ്റ് അപ്പിയറൻസ് ഓഫ് ദ ഹയർ സെക്കൻഡറി എക്സാമിനേഷൻ ചോദിക്കേണ്ടത്. അപ്പോൾ മന്ത് എന്നുള്ളത് മാർച്ച്, അതുപോലെ തന്നെ ഇയർ 2025, അതുപോലെ നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ എന്താണ് അത് കൃത്യമായിട്ട് എഴുതുക. ഇനി അടുത്തതാണ് സബ്ജക്റ്റ് അപ്പിയറിംഗ് സ്പെസിഫൈ ദ സബ്ജക്റ്റ്. നിങ്ങൾ ഏതൊക്കെ പരീക്ഷയാണ് +2വിൻ്റെ സേവ് ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷ എഴുതുന്നത്. നിങ്ങൾ ഇംപ്രൂവ്മെൻ്റ് ആണെങ്കിൽ ഏതെങ്കിലും ഒരു വിഷയമാണ് എഴുതാൻ പറ്റൂ എന്ന് പറഞ്ഞു. നിങ്ങൾ സ്പെഷ്യൽ കേസായിട്ട് അതായത് എന്തെങ്കിലും ഓർഡർ ഉണ്ടെങ്കിൽ മാത്രമേ ഒന്നിലധികം സബ്ജക്റ്റ് എഴുതാൻ പറ്റൂ എന്ന് പറഞ്ഞു. അപ്പോൾ നിങ്ങൾ അതിനനുസരിച്ച് കൃത്യമായിട്ട് ഏത് സബ്ജക്റ്റാണ് എഴുതുന്നത് അത് കൃത്യമായിട്ട് ഇതിൽ ഫില്ല് ചെയ്യുക. സേ പരീക്ഷ എന്ന വിദ്യാർത്ഥികൾക്ക് 6 വിഷയം വരെ സേ പരീക്ഷ എഴുതാൻ സാധിക്കുന്നതായിരിക്കും. അതുപോലെ ഇതിൽ പാർട്ട് 1 എന്ന് പറയുന്നത് ഇംഗ്ലീഷാണ്, പാർട്ട് 2 എന്ന് പറയുന്നത് സെക്കൻഡ് ലാംഗ്വേജ് ആണ്. സെക്കൻഡ് ലാംഗ്വേജ് എന്ന് പറയുമ്പോൾ അത് മലയാളം, ഹിന്ദി ഇതുപോലുള്ള സബ്ജക്റ്റാണ് സെക്കൻഡ് ലാംഗ്വേജ്. അതുപോലെ തന്നെ പാർട്ട് 3 എന്ന് പറയുന്നത് ബാക്കിയുള്ള സബ്ജക്റ്റുകളാണ് വരിക. നിങ്ങൾ ഇംഗ്ലീഷും അതുപോലെ ഇംഗ്ലീഷ് എന്നുണ്ടെങ്കിൽ പാർട്ട് 1 എഴുതുക. അതുപോലെ തന്നെ മലയാളം അല്ലെങ്കിൽ ഹിന്ദി ഇതുപോലുള്ള സെക്കൻഡ് ലാംഗ്വേജ് ഉണ്ടെങ്കിൽ പാർട്ട് 2 എഴുതുക. ബാക്കിയുള്ള സബ്ജക്റ്റുകൾ പാർട്ട് 3 എഴുതുക. അപ്പോൾ ഞാനിപ്പോൾ ഫിസിക്സിൻ്റെ പരീക്ഷ എഴുതുന്നുണ്ട്, കെമിസ്ട്രിയുടെ എഴുതുന്നുണ്ട്, അതുപോലെ തന്നെ മാത്തമാറ്റിക്സ് എഴുതുന്നുണ്ട്. ഇതിൽ കെമിസ്ട്രിയുടെ പ്രാക്ടിക്കൽ കൂടി ഞാൻ എഴുതുന്നുണ്ട് എന്ന് വിചാരിക്കാം. അപ്പോൾ അങ്ങനെയെങ്കിൽ ഞാനിവിടെ കൊടുക്കുന്ന സമയത്ത് ഈ ഒരു സബ്ജക്റ്റൊക്കെ പാർട്ട് 3യിലാണ് വരിക. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ ഫിസിക്സ്, അതുപോലെ തന്നെ ബയോളജി, സയൻസ് അല്ല ബയോളജി, അതുപോലെ തന്നെ കെമിസ്ട്രി കൊടുക്കുന്ന സമയത്ത് ഇവിടെ തിയറി ആൻഡ് പ്രാക്ടിക്കൽ എന്നുള്ളത് കൃത്യമായിട്ട് എഴുതുക. തിയറി ആൻഡ് പ്രാക്ടിക്കൽ എന്ന് എഴുതുക. അപ്പോൾ ഈ ഒരു രീതിയിൽ കൃത്യമായിട്ട് നിങ്ങൾ പ്രാക്ടിക്കൽ കൂടി എഴുതുന്നുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് എഴുതേണ്ടതാണ്. ഇനി അടുത്തതായിട്ട് ഇവിടെ ജസ്റ്റ് മലയാളം, തമിഴ്, കന്നഡ എന്ന് പറഞ്ഞുകൊണ്ട് കാണാം. അതായത് നിങ്ങൾക്ക് പരീക്ഷ ഒന്നുകിൽ മലയാളത്തിൽ തിയറി പാർട്ട് മലയാളത്തിൽ എഴുതാം, അല്ലെങ്കിൽ തമിഴിൽ എഴുതാം, കന്നഡയിൽ എഴുതാം. പോയിന്റ്സ് ഉണ്ടെങ്കിൽ മാർക്ക് കിട്ടും. അപ്പോൾ നിങ്ങൾ ഏത് ഭാഷയിലാണോ എഴുതുന്നത് അതിനനുസരിച്ച് അത് ടിക്ക് ചെയ്ത് കൊടുക്കുക. തമിഴാണെങ്കിൽ തമിഴ് ടിക്ക് ചെയ്ത് കൊടുക്കാം, കന്നഡയാണെങ്കിൽ കന്നഡ ടിക്ക് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ഭാഷയിൽ ഈ ഒരു പരീക്ഷ എഴുതാനായിട്ട് സാധിക്കുന്നതായിരിക്കും. ഇനി അടുത്തതായിട്ട് ഡീറ്റെയിൽസ് ഓഫ് പ്രീവിയസ് അപ്പിയറൻസ് എന്ന് ചോദിക്കേണ്ടത്. അതായത് നിങ്ങൾക്ക് +2 പരീക്ഷയിൽ നിങ്ങളിപ്പോൾ സേ പരീക്ഷ എഴുതാൻ ഉദ്ദേശിക്കുന്ന സബ്ജക്റ്റുകൾക്ക് എത്ര മാർക്ക് കിട്ടിയെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ നിങ്ങൾ പാർട്ട് 1 ആയിട്ടുള്ള ഇംഗ്ലീഷ് എഴുതുന്നുണ്ടെങ്കിൽ ഇവിടെ അതിൻ്റെ ഡീറ്റെയിൽസ് +2വിൻ്റെ റിസൾട്ടിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കുക. അതുപോലെ തന്നെ ഇവിടെ പാർട്ട് 2 എന്നുള്ളത് സെക്കൻഡ് ലാംഗ്വേജ് ആണ്, അത് എഴുതുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കുക. ഞാനിപ്പോൾ കെമിസ്ട്രി, ഫിസിക്സ്, മാത്സ് എന്നുള്ളതുകൊണ്ട് ഇവിടെ ഫിസിക്സ്, അതുപോലെ തന്നെ അതായത് കെമിസ്ട്രി, ബയോളജി, മാത്സ്, ബയോളജി ഈ ഒരു ഫിസിക്സ് ആയതുകൊണ്ട് ഫിസിക്സ്, അതുപോലെ തന്നെ ബയോളജി, അതുപോലെ തന്നെ കെമിസ്ട്രി, അതുപോലെ തന്നെ ആ ഒരു പരീക്ഷ അതായത് +2വിൻ്റെ ആ ഒരു രജിസ്റ്റർ നമ്പർ എന്താണ് അത് കൃത്യമായിട്ട് എഴുതുന്നു. അതിനുശേഷം ഏത് മാസം ആൻഡ് ഇയർ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അത് മാർച്ച് 2025, അതായത് ഇപ്പോൾ എഴുതി അത് തോറ്റിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ കൊടുക്കുന്നത്. അതുപോലെ തന്നെ എലിജിബിൾ ഓർ നോട്ട് എലിജിബിൾ ഫോർ ഹയർ സ്റ്റഡീസ് ഈ കമ്പാർട്ട്മെൻറ്റിൽ നിങ്ങൾ കമ്പാർട്ട്മെൻറ്റ് വിഭാഗം വിദ്യാർത്ഥികൾ ആണെങ്കിൽ മാത്രമാണ് ഇവിടെ എഴുതേണ്ടതായിട്ടുള്ളൂ. അതുപോലെ തന്നെ നിങ്ങൾ ഈ ഒരു +2 പരീക്ഷ ജയിച്ചിട്ടുണ്ടെങ്കിൽ അത് ഓവറോളായിട്ട് ജയിച്ചിട്ടുണ്ടെങ്കിൽ എലിജിബിൾ എന്ന് എഴുതാം. അപ്പോൾ ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികൾ ആണെങ്കിൽ പ്രത്യേകിച്ച് ഇവിടെ ഫില്ല് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അതുപോലെ തന്നെ നിങ്ങൾ സേ ആണ് എഴുതുന്നതെങ്കിൽ ഇവിടെ ജയിച്ചിട്ടില്ലെങ്കിൽ നോട്ട് എലിജിബിൾ ഫോർ ഹയർ സ്റ്റഡീസ് എന്ന് എഴുതുക. അതുപോലെ തന്നെ ഇതിവിടെ ഗ്രേഡ് ഓർ സ്കോർ ഒബ്റ്റൈൻഡ് എന്നുള്ള ഭാഗത്ത് TE മാർക്കാണ്. അതായത് TE മാർക്കായിട്ട് നിങ്ങൾക്ക് സെക്കൻഡ് ഇയറിൽ അതായത് +2വിന് എത്ര മാർക്കാണോ കിട്ടിയത് അതാണ് ഇവിടെ എഴുതേണ്ടത്. ഇനി അടുത്തതായിട്ടുള്ളത് നിങ്ങളുടെ എക്സാമിനേഷൻ ഫീ റെമിറ്റൻസ് എന്നുള്ള ഭാഗത്ത് 17ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഇത് പ്രത്യേകിച്ച് നിങ്ങൾ ഫില്ല് ചെയ്യേണ്ട, സ്കൂളിൽ നിന്ന് ഫില്ല് ചെയ്തോളൂ. ഇനി അടുത്തതായിട്ടുള്ളത് 18ാമത്തേത് നിങ്ങൾക്ക് SC/ST ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് വല്ല
എഡ്യൂക്കേഷൻ കൺസെഷൻ ഗ്രാൻഡായിട്ട് കിട്ടുന്നുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. ഉണ്ടെങ്കിൽ യെസ് എന്നും ഇല്ലെങ്കിൽ നോ എന്നും ടിക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ SC ST OEC OBC വിഭാഗത്തിലുള്ള സ്റ്റുഡൻറ്റ് ആണ്, ഇതിലേതെങ്കിലും ഒരു വിഭാഗത്തിൽ ഉള്ളത് ആണെങ്കിൽ നിങ്ങൾ ആദ്യമായിട്ടാണോ ഈ ഒരു ഹയർ സെക്കൻഡറി പരീക്ഷ എഴുതുന്നത് അല്ലെങ്കിൽ സെക്കൻഡ് ടൈമാണോ പരീക്ഷ എഴുതുന്നത് എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ നിങ്ങൾ സെക്കൻഡ് എന്നുള്ളത് രേഖപ്പെടുത്തുക. അതുപോലെ ഈ സെക്കൻഡ് സ്റ്റേറ്റ് വെദർ ഈ വിത്തിൻ എ കണ്ടിന്യൂസ് പീരീഡ് ഓഫ് 2 ഇയർ, 2 ഇയറിൻ്റെ കണ്ടിന്യൂസ് ആയിട്ടാണോ എന്നാണ് ചോദിക്കുന്നത്. ഇത് നോ എന്ന് ടിക്ക് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ അടുത്തതായിട്ട് ഇവിടെ നിങ്ങളുടെ പേരും ഒപ്പം, അതായത് നിങ്ങളുടെ സിഗ്നേച്ചറും പേരും, അതുപോലെ തന്നെ ഇവിടെ നിങ്ങളുടെ പാരൻറ്റിൻ്റെ പേരും സിഗ്നേച്ചറുമാണ് ഇടേണ്ടത്. അപ്പോൾ ഇത്രയും മാത്രമാണുള്ളത്. അപ്പോൾ ഈ ഒരു ഫോമിൻ്റെ കൂടെ നിങ്ങളുടെ +2വിൻ്റെ പരീക്ഷയുടെ റിസൾട്ട്, അതായത് ഇന്നലെ വന്നിട്ടുള്ള +2വിൻ്റെ എക്സാമിനേഷൻ്റെ റിസൾട്ടിൻ്റെ പ്രിൻ്റ് ഔട്ടാണ് വേണ്ടത്. അതുകൂടാതെ തന്നെ നിങ്ങളുടെ ഒരു ഫോട്ടോ ഇതിലൊട്ടിക്കണം. അതുപോലെ തന്നെ ഈ ഒരു ഫോം വേണം. അതുപോലെ തന്നെ ഈ ഒരു അപേക്ഷാ ഫീസും കൂടി വേണം. അപ്പോൾ ഇത്രയും മാത്രമാണ് ഇത് അപേക്ഷ നൽകാനായിട്ട് ആവശ്യമുള്ളത്. അപ്പോൾ മെയ് 27-ാം തീയതിക്കുള്ളിൽ വിദ്യാർത്ഥികൾ നിങ്ങളുടെ അപേക്ഷ സമർപ്പിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.